PV അൻവറിന്റെ വീടിന് പുറമെ മഞ്ചേരിയിലെ പാർക്കിലും സ്ഥാപനങ്ങളിലും EDയുടെ പരിശോധന തുടരുകയാണ്. 10ഓളം സ്ഥലങ്ങളിലാണ് റെയ്ഡ്. PV അൻവർ 12.5 കോടി 50 ലക്ഷം രൂപയോളം KFCയിൽ നിന്ന് വായ്പ എടുത്ത കേസിലാണ് പരിശോധന. മാലാംകുളം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിലാണ് ആദ്യം വായ്പ എടുത്തത്. PVR ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയുടെ പേരിലും വായ്പ എടുത്തു. ഈ രണ്ട് കമ്പനികളുടെ സാമ്പത്തിക ഇടപാടാണ് ED ഇപ്പോൾ അന്വേഷിക്കുന്നത്. തൃണമൂൽ സ്ഥാനാർത്ഥികൾ അൻവറിനെ കാണാൻ എത്തിയത് ഉദ്യോഗസ്ഥർ തടഞ്ഞതോടെ വാക്ക് തർക്കമുണ്ടായി. ഇപ്പോൾ നമുക്ക് ആ പ്രതികരണങ്ങൾ ഒന്ന് കൊടുക്കാം. എന്താണ് നടന്നതെന്ന് നോക്കാം. ഇത്ര സമയം ഏതൊരാളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അല്ല, അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ജനിച്ചു വളർന്ന് ഇവിടെ എന്റെ വീട്ടിൽ കയറാനായിട്ടുള്ളത്. കാരണം അറിയിക്കാത്ത ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാനോ വീട്ടിൽ തടങ്കലിൽ വെക്കാനോ പാടില്ല. അഷ്കർ അലി ഇപ്പോൾ അൻവറിന്റെ വീട്ടിലുണ്ട്. വീട്ടിൽ നിന്നാണ് ചേരുക. അഷ്കറെ, എന്താണ് അവിടെ സംഭവിച്ചത്? PV അൻവർ ഇപ്പോൾ വീട്ടിലുണ്ടോ? അരുൺ, PV അൻവർ ഇപ്പോൾ വീട്ടിലുണ്ട്. PV അൻവറിന്റെ വീട്ടിലുള്ള പരിശോധന ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണുള്ളത്. ED ഉദ്യോഗസ്ഥർ കൊച്ചി, അതുപോലെ തന്നെ കോഴിക്കോട്, ചെന്നൈ ഉൾപ്പെടെ 3 യൂണിറ്റുകളിൽ നിന്നുള്ള ED ഉദ്യോഗസ്ഥരാണ് ഇവിടെ പരിശോധിക്കുന്നത്. CISFന്റെ ഒക്കെ വലിയ സുരക്ഷാ സംവിധാനങ്ങളും സന്നാഹങ്ങളും കൂടെ തന്നെയാണ് പരിശോധന. വീടിന് പുറമെ PV അൻവറിന്റെ സഹായിയും ഡ്രൈവറുമായിട്ടുള്ള സിയാദിന്റെ വീട്ടിൽ പരിശോധന നടക്കുന്നുണ്ട്. മഞ്ചേരിയിലെ PV അൻവറിന്റെ പാർക്കിലും സ്ഥാപനങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട്. KFCയിലെ ഉദ്യോഗസ്ഥരുടെ അഥവാ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നാണ് PV അൻവർ 12 കോടിയോളം ലോൺ എടുത്തിരുന്നത്, വായ്പ എടുത്തിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് അതിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ വീടുകളും പരിശോധന നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏകദേശം 10ഓളം സ്ഥലങ്ങളിൽ തന്നെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പരിശോധന നടക്കുന്നു. അതിന് അല്പസമയം മുമ്പാണ് ഇതിപ്പോൾ ഒരു വാക്കുതർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടെ എന്താണ് ഒരു പ്രശ്നത്തിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? സ്ഥാനാർത്ഥികളെ തടഞ്ഞത്. സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികളെ നോമിനേഷൻ പത്രിക കംപ്ലീറ്റ് അവിടെ അതിനുള്ളിലായിരുന്നു. അതിൽ കുറേ ആളുകളുടെ ഓഫീസിലുണ്ട്. താഴെയാണ് ഓഫീസ് കിടക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ പോയി ആ പത്രിക കിട്ടിയാലല്ലേ നോമിനേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ആദ്യം തടഞ്ഞു വെച്ചു. അങ്ങനെ പ്രശ്നമായി വന്നു. ലാസ്റ്റ് 2 ആളിൻ്റെ ഉള്ളിൽ കയറ്റി അങ്ങനെ ചാവി കൊടുത്തു. അങ്ങനെയാണ് പ്രശ്നം പരിഹരിച്ചത്. അപ്പോൾ നോമിനേഷൻ കൊടുക്കാനുള്ള പത്രികയും കാര്യങ്ങളും പിന്നെ അവർക്ക് അവരുടെ നേതാവിനെ കാണണ്ടേ. ഈ വാർഡിൽ മത്സരിക്കുന്നവരാണ്. അതായി അൻവറിൻ്റെ വീടിൻ്റെ വാർഡിൽ മത്സരിക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ കൂടിയാണ് അവരൊന്നും നമുക്കറിയാം. അപ്പോൾ എന്തായാലും ആ സ്ഥാനാർത്ഥികൾക്ക് പത്രിക ഉണ്ടായിരുന്നത് PV അൻവർ വീട്ടിലായിരുന്നു. തൃണമൂൽ സ്ഥാനാർത്ഥികൾ ഇവിടെ മലപ്പുറം ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ മത്സരിക്കുന്നുമുണ്ട്. ആ സ്ഥാനാർത്ഥികളുടെ പത്രിക എടുക്കുന്നതിന് തടസ്സം നിന്നതോടെയാണ് ഇന്ന് അവസാന ദിവസം കൂടിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടതിന്. അതിന്റെ പേരിൽ ചെറിയൊരു വാക്ക് തർക്കം ഉണ്ടാകുന്ന സാഹചര്യം. മറ്റു സ്ഥാപനങ്ങളിലും റെയ്ഡ് ഒരേ സമയം നടക്കുന്നുണ്ട്. KFC ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ റെയ്ഡ് ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ? KFC ഉദ്യോഗസ്ഥരുടെ വീടുകളിലും റെയ്ഡ് ഉണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ED ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുള്ള സ്ഥിരീകരണം വരേണ്ടതുണ്ട്. കാരണം 3 തവണകളിലായി 12 കോടിയോളം രൂപ 2 കമ്പനികളുടെ പേരിലായിട്ട് PV അൻവർ ലോൺ എടുത്തിരുന്നു. നേരത്തെ ഈ കേസിൽ തന്നെയാണ് വിജിലൻസിന്റെ പരിശോധന തുടർച്ചയായി PV അൻവറുടെ വീട്ടിലും അതുപോലെ തന്നെ മഞ്ചേരിയിലെ സിൽസില പാർക്കിലും ഒക്കെ തന്നെ നടക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ PV അൻവർ വാർത്താ സമ്മേളനം വിളിച്ച് വിശദീകരണം നൽകുകയൊക്കെ ചെയ്തിരുന്നു. അതായ വായ്പ മാത്രം ഏകദേശം 22 കോടി 60 ലക്ഷം രൂപയോളം PV അൻവർ തിരിച്ച് അടയ്ക്കാനുണ്ട് എന്നുള്ളതാണ്. വൺ ടൈം സെറ്റിൽമെന്റിന് തങ്ങൾ ശ്രമിച്ചെങ്കിൽ പോലും അതിന് KFC തയ്യാറാകുന്നില്ല എന്നുള്ളതായിരുന്നു അൻവർ ഉയർത്തിയിരുന്ന ആരോപണമൊക്കെ. ആ സംഭവങ്ങൾക്ക് ഇപ്പോഴും അതേ ഭാഗത്ത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ കൂടി ഈ വിഷയത്തിൽ ഡ്രൈവർ സിയാദിന്റെ വീട്ടിലും EDയുടെ റെയ്ഡ് ഉണ്ട്. ഇപ്പോൾ PV അൻവറിന്റെ വീട്ടിൽ നിന്നാണ് അഷ്കർ അലി കരിമ്പ തത്സമയം വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. PV അൻവറിന്റെ മറ്റ് സ്ഥാപനങ്ങളിലും റെയ്ഡ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.